ഇന്ന് നമുക്കൊരു തയ്യൽ മെഷീൻ അടിച്ചു നോക്കിയാലോ? തയ്യൽ മെഷീൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട് എന്നുള്ള കാര്യം നമുക്ക് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു നോക്കാം. അല്ലെങ്കിൽ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഒരുമാതിരിപ്പെട്ട എല്ലാവരും സ്ത്രീകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ തയ്യൽ മെഷീൻ തയ്ക്കുന്നവരും തുണി തയ്ക്കുന്നവരും ഒക്കെ ആയിരിക്കും അല്ലേ? അപ്പം ഇത് ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയാം, എല്ലാവരും കണ്ടിട്ടുള്ള സാധനമാണ് തയ്യൽ മെഷീൻ. ഇത് എൻ്റെ വീട്ടിലിരിക്കുന്ന പഴയ ഒരു തയ്യൽ മെഷീനാണ്. ഇപ്പോഴും അത് വർക്കിംഗ് ഒക്കെയാണ്, തയ്ക്കുന്നൊക്കെയുണ്ട്. അപ്പം ഞാൻ പണ്ട് കുഞ്ഞിലെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ കയറി ഇരുന്നിട്ട് ഇങ്ങനെ ഈ ടയർ കറക്കുമായിരുന്നു. നല്ല രസമാണ്. ഇത് നമ്മുടെ വണ്ടി പോണ കാണുന്നുണ്ട്, സ്റ്റിയറിംഗ് ആണെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ കറക്കുമായിരുന്നു. ഇത് നല്ല ഭംഗിയാണ് കേട്ടോ. അത് രസമാണ്, കുഞ്ഞിലത്തെ നൊസ്റ്റാൾജിയാണ് എൻ്റെ. അപ്പം ഇന്നിങ്ങനെ ഒരു വീഡിയോ എടുത്ത് ഇതിനെപ്പറ്റി ഇടാം എന്ന് വിചാരിച്ചു, വേറെ ഒന്നുമില്ല. അപ്പം തയ്യൽ മെഷീൻ്റെ എല്ലാവർക്കും അറിയാം, എങ്കിലും പറഞ്ഞുതരാം. നൂലിടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടാണ് നൂലിടുന്നത്. നൂലിട്ട് കഴിഞ്ഞിട്ട് അത് കണക്ട് ചെയ്തെടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ വലിച്ചു കൊണ്ടുവന്നിട്ട് ഇതുവഴി ഇങ്ങനെ ക്രോസ് ചെയ്ത് ഇതിൻ്റെ താഴെ കൂടെ ചുറ്റി, ഞാനിതൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. അമ്മയുടെയാണ് മെഷീൻ എങ്കിലും ഞാൻ ചെയ്യാറുണ്ട്. താഴെ കൂടെ ഇങ്ങനെ ചുറ്റി റൗണ്ട് എടുത്ത് വന്നിട്ട് ഇതിൻ്റെ ഇടയ്ക്കൂടെ വന്നിട്ട് ഇതിൻ്റെ അടിയിൽ ഒരു സൂചിയുണ്ട്. ആ സൂചിയിൽ ഇതിപ്പോൾ കോർക്കാൻ പോയി കഴിഞ്ഞാൽ പണിയാണ്. ഇങ്ങനെ കോർത്തെടുക്കുക. ഇങ്ങനെ കോർത്തെടുത്തതിന് ശേഷം ഇവിടെ ഒരു സാധനമുണ്ട്, അതിങ്ങനെ പൊക്കി കൊടുക്കുക. അതിന് ശേഷം ആ നൂല് ഇത് കോർത്തതിന് ശേഷമാണ് കേട്ടോ, ഇതുവഴി ഇങ്ങനെ എടുത്തിട്ട് ഇതിൻ്റെ ഇടയ്ക്കൂടെ എടുത്തിട്ട് ഇടുക. ഇതിൻ്റെ ഇടയ്ക്കൂടെ ഇങ്ങനെ എടുത്തിട്ട് ക്രോസ് ചെയ്തിട്ട് അങ്ങനെയാണ് ഇതിൻ്റെ കണക്ഷൻ പോകുന്നത്. ഇങ്ങനെ എടുത്തിടുക. എന്നിട്ട് അടിയിൽ നിന്നും ഒരു നൂല് വരുന്നുണ്ട്, അടിനൂലെന്നൊക്കെ പറയും. ബോബൻ കേസിലാണ് ഇത് കണക്ട് ചെയ്ത് വരുന്നത്. അപ്പം ബോബൻ കേസ് ഇടുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു തരാം. ഈ ഒരു സാധനം മാറ്റിയിട്ട് ആണ്, ഇതൊക്കെ ഒത്തിരി പഴയതായതുകൊണ്ട് മാറാൻ പാടാതെ മാറ്റുന്നില്ല, അല്ലാതെ കാണിച്ചു തരാം. ഇങ്ങനെയാണ്. എൻ്റെ അടിയിൽ വേറൊരു ബോബൻ കേസ് ഉണ്ട്, അതുവഴിയാണ് ഇതിടുന്നത്. പിന്നെ നമ്മുടെ കാണി അഡ്ജസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടാണ് കേട്ടോ കാണി. പക്ഷെ നമ്മുടെ ആ ഒരു തയ്യലിൻ്റെ അടുപ്പം കൂടിയും കുറഞ്ഞും ഒക്കെ ഇരിക്കൂലേ ഇവിടെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഈ കാണി മാറുന്നത് കാണാൻ പറ്റും. കണ്ടോ അതിലാണ് നമ്മൾ കാണി അഡ്ജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഓയിലൊക്കെ ഒഴിച്ചു കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഹോളുണ്ട്, ആ ഹോളൊക്കെ അടഞ്ഞു പോയിട്ടുണ്ട്. ഇവിടെ ഒരു ഹോളുണ്ട്, ഇവിടെ ഓയിൽ ഒഴിച്ച് കൊടുക്കാം, ഇതുവഴി ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അങ്ങനെയാണ് ഇതിൻ്റെ സംഭവം. പിന്നെ അടിനൂല് ചുറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലോട്ട് കയറ്റിയിട്ടതിന് ശേഷം, ബോബൻ കേസ് ഇതിലോട്ട് കയറ്റിയിട്ടതിന് ശേഷം ഇതിങ്ങനെ താഴോട്ടൊന്ന് പ്രസ് ചെയ്ത് വെച്ചതിന് ശേഷം ഇതിങ്ങനെ ചവിട്ടി കൊടുക്കുന്ന സമയത്ത് നമുക്കതിൽ നൂല് ചുറ്റി വരുന്നതായിരിക്കും. അങ്ങനെയാണ് അതിൻ്റെ സംഭവം. ഇപ്പം അമ്മ ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ് ഇത് പണിയുന്നത്, ഇല്ലെങ്കിൽ നടക്കില്ല. ഇനി ഇത് നമുക്ക് പൊക്കാൻ പറ്റും, പക്ഷേ ഇത് സ്റ്റക്കാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്, കാണിക്കാമെന്നൊക്കെ എല്ലാം പോയിരിക്കുക, കാണിക്കാം. കണ്ടോ ഇതിൻ്റെ ഉൾഭാഗം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കുന്നത് കേട്ടോ. കണ്ടോ ഇതെല്ലാം ഇപ്പം എനിക്ക് തോന്നുന്നു അങ്ങനെ അധികം യൂസ് ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് ഇപ്പം നാശമായിട്ട് കിടക്കുന്നത്. ഇതിൻ്റെ അടിവശത്ത് വലിയ സംഭവമൊന്നുമില്ല. കണ്ടോ അത്രേ സാധനമേ ഉള്ളൂ. ഇനി പൊക്കാൻ പോയി കഴിഞ്ഞാൽ ഇത് പൊട്ടാനോ ഒക്കെ ചാൻസ് ഉണ്ട്. ഇനി വലിയ പണിയാവും, പിന്നെ അത് ചടങ്ങാണ്. അപ്പോൾ അതുകൊണ്ട് അത് കാണിക്കുന്നില്ല. അപ്പം ഇവിടെ ഇത്രയാണ് ഇതിൻ്റെ അടിയിലത്തെ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല. പിന്നെ ഈ ബോബൻ കേസ് എന്ന് പറഞ്ഞ സാധനം അത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ബോബൻ കേസ്. കണ്ടോ നടിയും നമുക്ക് ഊരിയെടുക്കാൻ പറ്റും. ഇത് ഇങ്ങനെ ഒരു ക്ലാമ്പ് പോലൊരു സാധനമുണ്ട്, ആ സാധനം വലിച്ചു കഴിഞ്ഞാൽ ഇത് ഊരിങ്ങ് പോരും. ഇതാണ് അടിനൂല്. ഇത് കറങ്ങുന്നൊരു സാധനമുണ്ടോ, ഇതേ കുറച്ച് നൂലുണ്ട്. അപ്പം ഇത് അടിയിൽ നിന്ന് രണ്ട് സൈഡിൽ നിന്നും തുണി തയ്ക്കുമല്ലോ, മണ്ടയ്ക്കൊന്നും തയ്യൽ വരും, അടിയിൽ നിന്നും തയ്യൽ വരും. അപ്പം അതിങ്ങനെ ക്രോസ് ചെയ്ത് അല്ലെങ്കിൽ അത് ലിങ്ക് ചെയ്താണ് അത് തയ്ച്ച് കയറി പോകുന്നത്. അപ്പോൾ അതാണ് സംഭവം. ഇതെല്ലാം പോയിരിക്കുക. ഇതൊക്കെ ഞാൻ തന്നെയാണ് മാറിയത് കേട്ടോ, നമുക്ക് തന്നെ മാറാമെന്നുള്ളൂ. ഇതിൻ്റെ ബോർഡ് കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളാണ്. പിന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, എങ്കിലും ചുമ്മാ ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ. ഈ ഒരു വള്ളി കണക്ട് ചെയ്ത് ഇവിടെ കൊണ്ടുപോയിട്ട് കണക്ട് ചെയ്യുക. ഇതിങ്ങനെ കറങ്ങുന്ന സമയത്ത് ഈ താഴത്തെ ഇതും കറങ്ങും. എന്നിട്ട് നമ്മൾ ഈ പെഡലിൽ ചവിട്ടിട്ട് ഇങ്ങനെ ചവിട്ടുക. അപ്പം ഇതിങ്ങനെ കറങ്ങും. കണ്ടോ അപ്പം ഇതിപ്പോൾ ആ വള്ളി ഇട്ടിട്ടില്ല, വള്ളി കൂടി ഇടുകയാണെന്നുണ്ടെങ്കിൽ മേളത്തെ ഇതും കൂടെ കറങ്ങും. അതിനനുസരിച്ച് തന്നെ മിഷൻ വർക്കാവും. അങ്ങനെ അത് നമുക്ക് തയ്ക്കാൻ സാധിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ തയ്യൽ മെഷീൻ്റെ വീഡിയോ. അപ്പം അത് കണ്ട് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക്, അഭിപ്രായങ്ങളൊക്കെ പറയണം. പിന്നെ നിങ്ങളുടെ വീട്ടിലൊക്കെ തയ്യൽ മെഷീൻ ഉണ്ടോ എന്നുള്ള കാര്യം കൂടെ ഒന്ന് പറയണം. തയ്യൽ മെഷീൻ ഉണ്ട്, തയ്ക്കാൻ അറിയാവുന്നവരാണോ എന്നും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. അപ്പം ഇത്രയേ ഉള്ളൂ തയ്യൽ മെഷീൻ്റെ വീഡിയോ.
നിങ്ങൾക്കും തയ്യലൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ തയ്ച്ചോണം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് വേറെ കടകളിലൊന്നും കൊണ്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ചെറുത് കീറുകയോ വരയ്ക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് സിമ്പിളായിട്ട് ശരിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ശരി, ഇത്രയേ ഉള്ളൂ തയ്യൽ മെഷീൻ്റെ വീഡിയോ. ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.